ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി കേരളത്തിൽ നാളെ ബലിപെരുന്നാൾ. പള്ളികളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടക്കും. പെരുന്നാളിനെ വരവേൽക്കാൻ വിപണിയും സജീവമായി. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മകൻ ഇസ്മയിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും നബിയുടെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചു. ഇതാണ് വിശ്വാസികൾ ബലിപെരുന്നാളായി ആഘോഷിക്കുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ന് ബക്രീദ് ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ നാളെയാണ് ബലിപെരുന്നാൾ. രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടക്കും. അതിനുശേഷം മഹല്ലുകളും പള്ളികളും കേന്ദ്രീകരിച്ച് ബലിയർപ്പണം. തുടർന്ന് മധുരം വിതരണം ചെയ്തും കുടുംബ വീടുകൾ സന്ദർശിച്ചും വിശ്വാസികൾ ആഘോഷത്തിൽ പങ്കുചേരും. തനിക്കുള്ളത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക എന്ന മഹത്തായ സന്ദേശത്തിൻ്റെ ഭാഗമാകും. സംസ്ഥാനത്ത് പെരുന്നാൾ വിപണിയും സജീവമാണ്. ആഘോഷം പൊടിപൊടിക്കാൻ അവസാനവട്ട ഓട്ടത്തിലാണ് വിശ്വാസികൾ. 24 കോഴിക്കോട്.